Namaskaram and a very warm welcome to each one of you gathered here this evening at Bharat Bhavan. Today, we come together to commemorate one of the most inspiring chapters of India's history, the 200th anniversary of Rani Channamma's victory at Kittur, organized by Stage India Performing Arts Study and Research Center in collaboration with Ministry of Culture, Government of India. Rani Chennamma, a name that echoes through time as a symbol of courage, leadership, and unyielding spirit. Decades before the First War of Independence, she stood tall against the mighty British Empire, reminding us that there will be a will of free people that can never be subdued. This evening's cultural celebration is a tribute to her legacy, a vibrant blend of performances and expressions that embody her indomitable spirit and her timeless call for justice and equality. Now, to formally open this evening session, I invite Dr. Tulasidhara Kurup, President of Stage India Kerala, to deliver the welcome address. Also invite all the dignitaries to join us in the stage. സ്റ്റേജ് ഇന്ത്യ എന്ന് പറയുന്ന കഴിഞ്ഞ 25 വർഷമായിട്ട് കലാ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. ഇത് നമ്മൾ 3 ദിവസങ്ങളിലായിട്ടായിരുന്നു ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം, അതായത് സ്കൂളുകളിൽ അവരുടെ കലാ സാംസ്കാരികമായിട്ടുള്ള അവരുടെ കഴിവുകളിലുള്ള അങ്ങനെയുള്ള ഒരു 1 ഡേ പ്രോഗ്രാം നമ്മൾ ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു. ഇന്നും നാളെയുമായിട്ടാണ് ഭാരത് ഭവൻ്റെ സഹകരണത്തോടെ ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇന്നത്തെ ഈ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമ നാടക സംവിധായകനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ആണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്റ്റേജ് ഇന്ത്യയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരള യൂണിവേഴ്സിറ്റി പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് എന്ന സ്ഥാപനത്തിൻ്റെ മുൻ ഡയറക്ടറും ഗ്രന്ഥകാരനും സംവിധായകനും വാഗ്മിയുമായ ഡോക്ടർ രാജാ വാര്യരാണ് ഇതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ. ഡോക്ടർ രാജാ വാര്യരെയും വളരെ ആദരവോടെ ഈ ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഇതിൽ സഹകരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് കന്നഡ അസോസിയേഷൻ. അതിൽ കന്നഡ അസോസിയേഷനിലുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് അനിത മാഡം, അതുപോലെ ഇവിടെ ഫോക്ക് സോങ്സ് മറ്റ് ഇത് അവതരിപ്പിക്കുന്ന മിസ് പവിത്ര, അതുപോലെയുള്ള എല്ലാ ടീമിനെയും സ്റ്റേജ് ഇന്ത്യയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിന് ശേഷം നമുക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട് ഒരു ഡ്രമാറ്റിക് കോറിയോഗ്രാഫി, അതായത് റാണി കിട്ടൂർ ചെന്നമ്മയുടെ
ജീവിതം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡ്രമാറ്റിക് കോറിയോഗ്രാഫിയുടെ ഇതിന് ശേഷം നടക്കാൻ പോകുന്നത് ആണ്. അപ്പം അതിൽ കുറേയേറെ ആൾക്കാർ അതിൽ പങ്കെടുക്കുന്ന കുറേയേറെ കുട്ടികളുണ്ട്, പിന്നെ അതിന് പ്രോത്സാഹനം ചെയ്ത കുറേയേറെ ആൾക്കാരുണ്ട്. അത് സംവിധാനം ചെയ്ത ജിജി കലാമന്ദിർ, അതിന് അത് റിഹേഴ്സൽ ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒത്തിരിയും പേരുണ്ട്, പേരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. അവർക്കെല്ലാവർക്കും സ്റ്റേജ് ഇന്ത്യയുടെ പേരിലുള്ള സ്വാഗതം, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാം കാണുവാനും ഇതിലുള്ള കലാകാരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുവാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for those thoughtful words. To begin the evening celebration, we will now light the ceremonial lamp, a gesture that marks the start of an event filled with reflection and gratitude. May I request everyone to please rise as we light the lamp of inspiration in the memory of Rani Channamma of Kittur. I now invite our guests for the lamp lighting ceremony. Dr. Tulasidhara Kurup, President, Stage India, Kerala; Dr. Raja Warrior, Esteemed Festival Director; Dr. Pramod Payanur, Member Secretary, Bharat Bhavan. We now move on to the inaugural address. May I invite Dr. Pramod Payanur, renowned theatre, film director and script writer, also the member secretary of Bharat Bhavan, to address the gathering. Sir, please. വേദിയിലെ എനിക്ക് സഹോദര തുല്യരായ പ്രിയപ്പെട്ട രാജേട്ടൻ, ആത്മസുഹൃത്ത് തുളസീധര കുറുപ്പ്, ഇവിടെ ഈ പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്യുന്ന നിഹാരിക, സദസ്സിൽ കിട്ടൂർ ചെല്ലമ്മയുടെ ചരിത്രപരമായ ഓർമ്മകളെ ദൃശ്യാഖ്യാനത്തിലൂടെ ഈ അരങ്ങിൽ ആവിഷ്കരിക്കുന്ന പ്രിയപ്പെട്ട അഭിനേതാക്കൾ, അഭിനേത്രികൾ, അതോടൊപ്പം തന്നെ കർണാടക അസോസിയേഷൻ്റെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇവിടെ ഒത്തുചേരുമ്പോൾ കിട്ടൂർ ചെല്ലമ്മ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഓർമ്മകളെ പുതുക്കി എടുക്കുകയാണ്. ഏത് ജീവിതത്തെയും പുതുക്കിയെടുക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ ഗുണഭോക്താക്കളാകുന്നത്. മരിച്ചുപോയവർക്ക് അവരെ ഓർമ്മിച്ചെടുത്തത് കൊണ്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ചില ജീവിതങ്ങൾ അങ്ങനെയായി പോകുമ്പോഴാണ് നമ്മൾ ആ ജീവിതങ്ങളുടെ ഓർമ്മകളെ പുതുക്കിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ് സ്റ്റേജ് ഇന്ത്യ ഏറെ അഭിമാനത്തോടെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോകാൻ അനുവദിക്കാതെ കിട്ടൂർ ചെല്ലമ്മയെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് രംഗാവതരണത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും കൂട്ടായ്മകളിലൂടെയും ഓർത്തെടുക്കുന്നത് എന്ന് പറയുമ്പോൾ, പുതിയ കാല ഇന്ത്യൻ സാഹചര്യത്തിൽ നീതിയുടെയും സമഭാവനയുടെയും ഒക്കെ ലോകങ്ങൾ അപ്രസക്തമാകുമ്പോൾ 200 വർഷം ഇന്നിപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 200 വർഷം തികയുമായിരുന്ന അത്രത്തോളം 200 വർഷത്തെ ഓർമ്മകളുണ്ടായിട്ടും അത്തരം ജീവിതങ്ങളുടെ കരുത്തിൻ്റെ നിറവിനെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്. അത്തരം ജീവിതങ്ങൾ നമ്മുടെ സാമൂഹ്യ മാറ്റങ്ങളിൽ വരുത്തിയ വലിയ ചലനങ്ങളുണ്ട്. ഇവരുടെ ജീവിതങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ചാലകശക്തിയായി വർത്തിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ നമ്മൾ സിലബസിൻ്റെ ചതുരങ്ങൾക്കകത്ത് പഠിച്ചു പോകുന്നത് മാത്രമല്ല വ്യക്തിജീവിതങ്ങൾ. ആ വ്യക്തിജീവിതങ്ങൾ കാലത്തിനപ്പുറത്തേക്ക് കുതിരക്കുളമ്പടിയൊച്ചയോടെ നമ്മുടെ ഓർമ്മകളിലേക്ക് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടേയിരിക്കും. കിട്ടൂർ ചെല്ലമ്മയുടെ ഓർമ്മ അങ്ങനെയാണ്. യുദ്ധരംഗത്തേക്ക് കുതിച്ചു പായുന്ന ഒരു കുതിര, ആ യുദ്ധരംഗം ഒരു യുദ്ധമുഖം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാം യുദ്ധമുഖത്തേക്ക് ഈ സേനാനിയെയും കൊണ്ട് കുതിച്ചോടുന്ന സമയത്ത് കൂടുതൽ കരുത്താർജിക്കും എന്ന് പറയാറുണ്ട്. കിട്ടൂർ ചെല്ലമ്മയെക്കുറിച്ച് കേട്ട കഥകൾ അങ്ങനെയാണ്, വീര്യത്തിൻ്റെ കഥകൾ. പുരുഷന് മാത്രം ചെയ്യാൻ കഴിയും എന്ന് അഹങ്കരിച്ചിരുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കളരിമുറകൾ കൊണ്ടും മെയ്യഭ്യാസം കൊണ്ടും കുതിരയെ ഓടിച്ചെടുക്കുന്നതിൻ്റെ അനിതര സാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും ഉള്ളിൽ സ്വാതന്ത്ര്യ സമരാഗ്നിയുടെ കനൽ മുറുകെ പിടിച്ച് അതിനുവേണ്ടി പോരാടിയ നീതിയുടെ ചരിത്രമാണ്
കിട്ടൂർ ചെല്ലമ്മയുടേത്. സ്റ്റേജ് ഇന്ത്യ വർഷങ്ങളായി, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 25 വർഷമായി വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന സംഘടനയാണ്. പ്രിയ സുഹൃത്ത് തുളസീധരക്കുറുപ്പ് തിയേറ്ററിനെയും അതുപോലെ തന്നെ ദൃശ്യകലകളെയും ചലച്ചിത്രത്തെയും ഒക്കെ സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ ഒട്ടേറെ പ്രൊജക്റ്റുകൾ ഇതുപോലെ സ്വാതന്ത്ര്യ സമരമായാലും കലാപരമായിട്ടുള്ള കാര്യമായാലും കാരുണ്യപരമായിട്ടുള്ള കാര്യങ്ങളായാലും സ്റ്റേജ് ഇന്ത്യയുടെ സ്പേസിനകത്ത് നിർത്തിക്കൊണ്ട് മനോഹരമായി നിർവഹിച്ചെടുക്കുന്ന ഒരാളാണ്. സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയും നിർമ്മിച്ചെടുക്കാവുന്ന ഒന്നാണ്. ഓരോ സ്റ്റേജിലും എന്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സ്റ്റേജിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കാലത്തിനപ്പുറത്തേക്ക് എഴുതി വെക്കപ്പെടുന്നത് അത് വ്യത്യസ്തവും നീതിയുക്തവുമാകുമ്പോഴാണ്. സ്റ്റേജ് ഇന്ത്യ അത്തരം പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടൂർ ചെല്ലമ്മയുടെ ഓർമ്മകളെ മുറുകെ പിടിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മുമ്പേ ഇരിക്കുന്ന കുട്ടികൾ ഇവിടെ സ്റ്റേജിൽ നിറഞ്ഞാടാൻ പോവുകയാണ്. ചെറിയ ഒരു സ്റ്റേജാണിത്, രംഗവേദി വളരെ ചെറുതാണ്. പക്ഷേ ഇവിടെ വിവിധ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്ന ഒരുപാട് പ്രതിഭാധനർ ഈ വേദി ഉപയോഗിച്ച് ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേദിയിൽ പ്രിയ സുഹൃത്ത് ജിജി കലാമന്ദിർ ഒരു രംഗാവിഷ്കാരം ഒരുക്കുമ്പോൾ, ജിജി വളരെ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ ഇവിടെ ഒരു വേദിയിൽ നമ്മൾ ഈ ചെറിയ ബ്ലാങ്കായിരിക്കുന്ന ഒരു വേദി, ഈ വേദിയിൽ ഒരു വെളിച്ചം തെളിയുന്നുണ്ട്, നിലവിളക്ക് തെളിയുന്നുണ്ട്. പ്രിയപ്പെട്ട തുളസീധരക്കുറുപ്പും രാജാവാര്യ ചേട്ടനും ഉണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് മാറുന്നു, പുതിയ ലോകം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ എനിക്ക് മുന്നിലിരിക്കുന്ന അഭിനേതാക്കൾ കിട്ടൂർ ചെല്ലമ്മയുടെ ചരിത്രപരമായിട്ടുള്ള ഓർമ്മകളെ പുനർനിർമ്മിച്ചെടുക്കുമ്പോൾ ഈ വേദിയുടെ അന്തരീക്ഷം തകിടം മറിയുകയാണ്. ഇത് ഈ ഇട്ടാവട്ടത്തിലുള്ള കൊച്ചുവേദിയല്ല, അതിനപ്പുറത്തേക്ക് വലിയ ലോകങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ചരിത്രത്തിൻ്റെ പുനർനിർമ്മിതികൾ ഒരു ചെറിയ ഇടത്ത് വലിയ ലോകങ്ങളെ, വലിയ ആശയങ്ങളെ ദൃശ്യപരമായ പുനർനിർമ്മിതിയോടെ ഒരുക്കിയെടുക്കുന്നു എന്ന് പറയുന്നതാണ് തിയേറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അത് ജനകീയമാകുന്നത്. നമ്മുടെ ശ്വാസോനിശ്വാസങ്ങൾ ചേർത്തെടുക്കുന്നത് കൊണ്ട് തിയേറ്റർ അതിൻ്റെ എല്ലാ ഗൗരവത്തോടും കൂടി ഇന്നും ലോക മനസാക്ഷിക്ക് മുന്നിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥയിൽ തിയേറ്റർ കുറച്ച് പിന്നോട്ട് പോകുന്ന സമയത്ത് അങ്ങനെ പോകരുത്. ജനകീയ കല, ജനങ്ങളെ എന്നും പ്രബുദ്ധത പകർന്നു നൽകിയ കലാരൂപം എന്ന രീതിയിൽ അതിനെ മുറുകെ പിടിക്കാനാണ് സ്റ്റേജ് ഇന്ത്യ പോലുള്ള കലാസംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട രാജചേട്ടൻ എന്നും തിയേറ്റർ രംഗത്ത് ശക്തമായ നിലപാടെടുക്കുകയും എഴുത്തുകളിലൂടെ അതിനെ കുറേ കൂടി കരുത്തോടെ അറിയിക്കുകയും ഒരു അഭിനേതാവ് എന്ന രീതിയിൽ രാജചേട്ടൻ ടെലിവിഷൻ മേഖലയിലും അതുപോലെ തന്നെ ഈ തിയേറ്റർ രംഗത്തുമൊക്കെ ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സിനിമ ചെയ്ത ഒരാൾ, അതുപോലെ തന്നെ 3 ചാനലുകളിൽ 20 വർഷത്തോളം പ്രവർത്തിച്ച ഒരാൾ, ഒരു ഡോക്യുമെൻ്ററി മേക്കർ, അതുപോലെ തന്നെ നാടകങ്ങൾ, പരീക്ഷണ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളും വകതിരിവില്ലാതെ ചെയ്ത ഒരാൾ, അതിന് അതിർവരമ്പില്ലാതെ ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്കിപ്പോഴും നാടകകലയോടാണ് ഏറ്റവും പ്രിയം. നാടകകല ഉണ്ടാക്കുന്ന കരുത്തിൻ്റെ ഊർജം, ജനങ്ങളുമായി സംവദിക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത സംവേദനമുണ്ട് നാടകകലയ്ക്ക്. അതുകൊണ്ട് തിയേറ്റർ ഇന്ത്യ ഇവിടെ ഈ ചരിത്ര നിർമ്മിതിക്കൊപ്പം തന്നെ ഇനിയും സമൂഹത്തിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ പ്രൊഡക്ഷൻസുമായി മുന്നോട്ട് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വില്യം ഷേക്സ്പിയറിൻ്റെയൊക്കെ നാടകങ്ങൾ മനോഹരമായിട്ട് തിയേറ്റർ ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുമായി ശക്തിയുക്തം മുന്നോട്ട് പോവുക, ദീർഘിപ്പിക്കുന്നില്ല. അവതരണം വാക്കുകളേക്കാൾ 10 മടങ്ങ് കരുത്താർന്നതാണ്. ചരിത്രത്തിൻ്റെ സാക്ഷ്യപത്രങ്ങൾ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ പുതിയ ദൃശ്യങ്ങൾ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും. കിട്ടൂർ ചെല്ലമ്മ എന്ന് പറയുന്ന ധീര സ്വാതന്ത്ര്യ സമര സേനാനിയെ ഓർത്തെടുക്കുമ്പോൾ മറക്കാതിരിക്കുക. കിട്ടൂർ ചെല്ലമ്മയെ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. സ്റ്റേജ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും അതിനുവേണ്ടി വഴിയൊരുക്കുന്നുണ്ട്. ഭാരത് ഭവൻ അതിനൊപ്പം ചേരുന്നുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ഇടം നേടാത്ത ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ ബലി കഴിപ്പിച്ച, സമഭാവനയുടെ ലോകത്തിനു വേണ്ടി നീതിയുക്തം പൊരുതി മരിച്ച പാവപ്പെട്ട എത്രയോ പേരുണ്ട്. അവരുടെയൊക്കെ വിയർപ്പും അധ്വാനവും രക്തവും ജീവത്യാഗവുമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അതത്തരം ശക്തികളെയൊക്കെ മുറുകെ പിടിച്ച് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന മഹനീയ സങ്കല്പം ഇന്ത്യ എന്നും ഉയർത്തിക്കൊണ്ടുവരുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹനീയ സങ്കല്പം ഇത്തരം ത്യാഗങ്ങളിലൂടെ
നെയ്തെടുത്തതാണ് എന്നുള്ള ഓർമ്മകളെ വിടാതെ പിടിക്കുക, നെഞ്ചോട് ചേർക്കുക, തിയേറ്റർ ഇന്ത്യയുടെ ഈ സതുദ്യമത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുക. ഒരു എളിയ കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാ ഭാവുകങ്ങളും കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവൻ്റെ നന്മകളും സ്നേഹവും ഒരിക്കൽ കൂടി നേരുന്നു. കിട്ടൂർ ചെല്ലമ്മ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത ചമ്പനീർപ്പൂക്കൾ അർപ്പിക്കുന്നു. സ്നേഹം. May I invite Dr. Raja Warrier, our esteemed festival director, to introduce the evening's program and share his insight. കിട്ടൂർ ചെന്നമ്മയെ അധികരിച്ചുള്ള ഈ ഫെസ്റ്റിവലിൻ്റെ ഇന്നത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എൻ്റെ അനുജനായിട്ടുള്ള ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, സ്റ്റേജ് ഇന്ത്യയുടെ സാരഥി പ്രസിഡൻറ്റ് എൻ്റെ മറ്റൊരു അനുജൻ ഡോക്ടർ തുളസീധരക്കുറുപ്പ്. ഞാനിത് പറയാൻ കാരണം അവർ രണ്ടുപേരും ഒരേ സ്ഥാപനത്തിൽ ഞങ്ങൾ 3 പേരും ഒരേ സ്ഥാപനത്തിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചവരാണ്. എൻ്റെ ജൂനിയർ ബാച്ചിൽ പഠിച്ചതാണ്. ജൂനിയർ എന്ന് പറയുന്നത് പ്രായം കൊണ്ട് ഞാൻ മുമ്പേ ജനിച്ചു പോയത് കൊണ്ട് ഞാൻ സീനിയറായിപ്പോയി എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, നിങ്ങൾക്ക് ഏകദേശം ഈ മുമ്പിലിരിക്കുന്നവർക്ക് ഏകദേശം ഇപ്പോൾ ഒരു ധാരണയുണ്ട്. കർണാടകത്തിലെ ഒരു ഉൾഗ്രാമത്തിൽ 200 വർഷം മുമ്പ് ജീവിച്ച് ജീവിതം സാർത്ഥകമാക്കിയത് സഹജീവികളോടുള്ള കമ്മിറ്റ്മെൻറ്റിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഹജീവി വർത്തിത്വത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിമിതമായ ഇടത്തിൽ നിന്ന് പോരാടിയ ഒരു സ്ത്രീ, കിറ്റൂർ ചിന്നമ്മ. അപ്പോൾ ഇപ്പോൾ കൂടുതൽ കേരളത്തിലെ എനിക്ക് പെട്ടെന്നത് തോന്നിയത്, കേരളത്തിലെ അക്കമ്മ ചെറിയാനെ എത്ര പേർക്ക് അറിയാം? പ്രത്യേകിച്ചും ഇതിൻ്റെ 1-ാം ദിവസത്തെ കാര്യപരിപാടി ഇന്നലെ, ഞാനതിലോട്ട് വരാം. ഇന്നലെ നടന്നത് കാർമൽ സ്കൂളിൽ വെച്ചായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ 8-ാം ക്ലാസ്സിൽ മലയാളം മീഡിയം പഠിക്കുന്നവർക്ക് ഏതോ ഒരു പാഠത്തിൽ ചിന്നമ്മയെ പറ്റി ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മോടൊപ്പം ജീവിച്ച് അതേ രീതിയിൽ പ്രവർത്തിച്ച അക്കമ്മ ചെറിയാനെയും അതുപോലെയുള്ള സ്ത്രീകളെയും തിരിച്ചറിയാതെ പോകുമ്പോൾ, ഇത്തരത്തിൽ ജീവിതം കൊണ്ട് അടരാടിയ ഒരു സ്ത്രീയെ ഇത്രത്തോളം അവരുടെ ജീവിതത്തെ പരിചയപ്പെടുത്താൻ, അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയിക്കാൻ ഈ 3 ദിവസത്തെ ഫെസ്റ്റിവലിൽ കൂടി കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് അവരോധിതനായിരിക്കുന്ന ഞാൻ അതിയായി അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ആ അഭിമാനത്തിനും സന്തോഷത്തിനും വഴിയൊരുക്കിയ സ്റ്റേജ് ഇന്ത്യ, അതിൻ്റെ സാരഥി ഡോക്ടർ തുളസീധരക്കുറുപ്പിനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദീർഘമായ ഒരു ഭാഷണത്തിന് പ്രസക്തിയില്ല. കാരണം നമ്മുടെ വിഷയം 3 ദിവസത്തെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ കാര്യപരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അടയാളപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ഈ ചെറിയ വർത്തമാനം, നിങ്ങളെ അറിയിക്കുക മാത്രമാണ്. ഈ ത്രിദിന ഫെസ്റ്റിവലിൽ ഇന്നലെ കാർമൽ സ്കൂളിൽ, UP സ്കൂളിലും ഹൈസ്കൂളിലെയും വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് 3 കാര്യപരിപാടികളാണ് ഇന്നലെ സംഘടിപ്പിച്ചിരുന്നത്. വിജയകരമായ രീതിയിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. 1-ാം ദിവസത്തിൽ, പ്രഥമ ദിനത്തിൽ പേട്രിയോട്ടിക് സോങ് അവിടുത്തെ കുട്ടികൾ മനോഹരമായിട്ട് ആലപിച്ചു. അതിനുശേഷം 2 സെഷൻസ് മത്സര വിഭാഗമായിരുന്നു. വിഷയം എല്ലാത്തിനും ഒന്ന് തന്നെയാണ്, കിട്ടൂർ ചെന്നമ്മയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സ്ത്രീ സാന്നിധ്യവും. മനോഹരമായ ചിത്രങ്ങൾ കുട്ടികൾ അവരുടെ സർഗപ്രതിഭ കൊണ്ട് തെളിയിക്കപ്പെട്ടതിനെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പുറത്ത് മഴ നനഞ്ഞു പോയതെങ്കിലും കുട്ടികളുടെ മനസ്സിൽ നിന്ന് വന്ന ആ ഒരു എന്താ പറയണ, ഈ സർഗഭാവനയുടെ ആ തെളിച്ചം മങ്ങാതെ പുറത്തിപ്പോഴും മഴയത്തും പ്രഭ കെടാതെ നിൽക്കുന്നു. നിങ്ങൾ കണ്ടു കാണുക. അതിന് 1-2 സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾക്ക് മറ്റ് ഇതിൻ്റെ സ്പെഷ്യൽ മെൻഷൻ അവാർഡുകളും ക്യാഷ് അവാർഡ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ആ പരിപാടി ഇന്നലെ അവസാനിപ്പിച്ചത്. 2ാമത്തേത് പ്രസംഗ മത്സരമായിരുന്നു. 2 വിഭാഗങ്ങളിലും, ഈ 2 UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് തന്നെ പ്രത്യേകം മത്സരങ്ങളായിരുന്നു. 1-ഉം 2ഉം സ്ഥാനങ്ങളും ഈ പറഞ്ഞ പോലെ
വളരെ മനോഹരമായിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ച കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ മെൻഷൻ അവാർഡ് കൊടുത്തു. 1ഉം 2ഉം സ്ഥാനം വഹിച്ചവർക്ക് ക്യാഷ് അവാർഡും, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ ഒരു അടയാളമായിട്ടുള്ള സർട്ടിഫിക്കറ്റും കൊടുത്തുകൊണ്ട് മനോഹരമായ രീതിയിൽ ഇന്നലെ കഴിഞ്ഞു. ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്കറിയാം, കാര്യപരിപാടികൾ കണ്ടു കാണും എങ്കിലും ഓർമ്മപ്പെടുത്തുന്നു. കർണാടക അസോസിയേഷൻ്റെ കലാകാരികൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ഒരു ഫോക്ക് സോങ് അവതരിപ്പിക്കുന്നുണ്ട്, പേട്രിയോട്ടിക് സോങ്ങും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കർണാടകക്കാരിയായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ, ശ്രദ്ധിക്കാൻ, അതിനെപ്പറ്റി കുറിച്ച് ചിന്തിക്കാൻ 3 ദിവസം ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ മലയാളികൾ ഇത്തരത്തിൽ കൾച്ചറൽ മിനിസ്ട്രി ന്യൂഡൽഹിയുടെ സഹായത്തോടുകൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്റ്റേജ് ഇന്ത്യ നടത്തുമ്പോൾ അതിൻ്റെ പ്രതിനിധികൾ ആ നാട്ടിലെ അവരുടെ ഒരു പാദസ്പർശം കൂടി ഈ കാര്യപരിപാടികൾ ഉൾപ്പെടുന്നു എന്നുള്ളത് കൂടുതൽ അർത്ഥവത്താണെന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനുശേഷം ഇന്നലെ സ്കൂളിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇന്നും ജിജി കലാമന്ദിറിൻ്റെ സംവിധാനത്തിൽ, രചനയിലും സംവിധാനത്തിലും കിട്ടൂർ ചിന്നമ്മയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, കഥാപാത്രമാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു ദൃശ്യ വിരുന്നാണ് ഇതിനുശേഷം നടക്കാൻ, ഈ കർണാടക ഗ്രൂപ്പിൻ്റെ പരിപാടിക്ക് ശേഷം നടക്കാൻ പോകുന്നത്. അതിലും ഞാൻ മനസ്സിലാക്കുന്നു ഏറെയും കുട്ടികളാണ്. അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയും കാര്യപരിപാടികൾ കുട്ടികളാണെന്നതിൽ ഞാൻ വ്യക്തിപരമായിട്ടേറെ സന്തോഷിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല, പേട്രിയോട്ടിസം എന്താണെന്നും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ മറന്നുപോകുന്ന, നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മൾ മറന്നുപോകുന്ന, നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് നാം ചിന്തിക്കാതെ പോകുന്ന വർത്തമാനകാലത്തിൽ സ്വന്തം നാട്, അതിനു മുമ്പ് തുടങ്ങണം സ്വന്തം അച്ഛൻ, സ്വന്തം അമ്മ. കാര്യം ന്യൂക്ലിയർ ജോയിൻറ്റ് ഫാമിലിയിൽ നിന്നും ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് മാറിയപ്പോൾ കൂടുതൽ സൗകര്യമെന്ന് പേരൻസ് വിചാരിക്കുകയും, പക്ഷേ ഒറ്റപ്പെട്ട ആ തുരുത്തുകളിൽ പെടുന്ന സ്വതന്ത്ര ജീവിതങ്ങളിൽ കുട്ടികൾ സ്വാർത്ഥമതികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് സ്വന്തം ദേശമെന്നോ സ്വന്തം അച്ഛനമ്മമാരെന്നോ സ്വന്തം രാജ്യമെന്നോ ഒന്നും അറിയാതെ എവിടെയാണ് കൂടുതൽ ഭൗതിക ജീവിതത്തിനെ കൂടുതൽ സുസാധ്യമാക്കുന്നതിന് പണമാണ് ഏറ്റവും പ്രധാനമെന്ന് പ്രത്യക്ഷ തലത്തിൽ തോന്നുന്ന ഒരു വർത്തമാനകാലത്ത് എവിടെ പണം കൂടുന്നോ അവിടേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി മാത്രം വിദ്യാഭ്യാസം നടത്തുന്ന, അതിനുവേണ്ടി മാത്രം അത്തരം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രം പേരൻസിനെ, അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന ഒരു വർത്തമാനകാലത്ത്, കുട്ടികളുടെ വർത്തമാനകാലത്താണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നും നടക്കുന്ന ഈ കാര്യപരിപാടികൾക്ക് പ്രാധാന്യം ഏറുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള മൂല്യവത്തായിട്ടുള്ള, വാഗതീതമായിട്ടുള്ള ഇത്തരം ഈ അർത്ഥങ്ങളെ, ജീവിതത്തിൻ്റെ അർത്ഥങ്ങളുടെ, ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥങ്ങളെ തിരിച്ചറിയാനും അത്തരത്തിൽ സ്വജീവിതം കൂടുതൽ അർത്ഥവത്താക്കാനും സാധിക്കുമെങ്കിൽ അതിനൊരു തീപ്പൊരിയായിട്ട്, ഒരു ചെറുകിരണമായിട്ട് ഇതിൻ്റെ പ്രകാശം അവരുടെ മനസ്സിലേക്ക് കടന്നുകൂടുമെങ്കിൽ അത് തന്നെ ഈ ഫെസ്റ്റിവലിനെ അർത്ഥവത്താക്കും. കാരണം പേട്രിയോട്ടിസത്തിനെ അധികരിച്ചുള്ളതാണ്. അതിനപ്പുറം ചന്നമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ 200 വർഷം ബാക്കിൽ കാണാവുന്നതാണ്. പലരും സംസാരിച്ചു കഴിഞ്ഞു. 200ാം വാർഷികം ആഘോഷിക്കുന്നു. കേരളത്തിൽ ഇന്നും നാളെയും നടക്കുന്നത് രംഗകലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കലാരൂപങ്ങളാണ് കൂടുതലും. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആലോചിച്ചു പോയത് 1940കളിലാണ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ, അതായത് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ഈ ഇരുളടഞ്ഞ ജീവിതത്തെ, അടുക്കളയിലെ കരിപുരണ്ട ജീവിതത്തിൽ നിന്നും അവർക്കൊരു മോക്ഷം കിട്ടണം, മോചനം കിട്ടണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഒരു നമ്പൂതിരി സമുദായത്തിലെ വ്യക്തി തന്നെ വന്നിട്ട് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ളൊരു നാടകം ഉണ്ടാവുകയും വലിയ വിപ്ലവം സൃഷ്ടിക്കുകയും മലയാള നാടക ചരിത്രത്തിൽ ഈ സാമൂഹിക പരിവർത്തനം വ്യത്യസ്ത തലത്തിലുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുണ്ടാവും, ഇത്തരം രീതിയിലാകും. പക്ഷേ 1940കളിലാണ് അത്തരത്തിലുള്ള 2-3 നാടകങ്ങളുണ്ട്. ഋതുമതി എന്ന് പറഞ്ഞു തുടങ്ങി, പിന്നെ കെ. ദാമോദരൻ്റെ പാട്ടബാക്കി, അതെല്ലാം സാമൂഹ്യ പ്രസക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്.
പക്ഷേ പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ, 200 വർഷം മുമ്പ് കർണാടകത്തിലെ ഒരു ഉൾഗ്രാമത്തിൽ അടുക്കളയ്ക്കുള്ളിലെ കരിപുരണ്ട ജീവിതം മാത്രമല്ല ഒരു സ്ത്രീക്കെന്നും ഇതിനപ്പുറത്ത് ആകാശവിശാലതയോളം അല്ലെങ്കിൽ നീല ജലാശയത്തിനോളം കടലിനോളം വലിപ്പമുള്ള ഈ ഒരു ഉൾക്കൊള്ളുന്ന ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട്, സ്വസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട്, സ്വന്തം ജീവിതമാകുന്ന സ്വാതന്ത്ര്യം സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി അടിച്ചമർത്തപ്പെടുന്നവരുടെ കാൽ കീഴിൽ ഞെരിഞ്ഞവരാറുള്ളതല്ല ജീവിതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആ ചെറിയ ഇടത്തിൽ നിന്നുകൊണ്ട് താൽക്കാലികമായെങ്കിലും ഒരു വിജയം കൈവരിക്കുകയും അതിൻ്റെ ഇതിൽ വീണ്ടും രണ്ടാമത് പോവുകയും പക്ഷേ കാരാഗൃഹത്തിൽ തന്നെ ജീവിതം പൊലിഞ്ഞു പോകുകയും ചെയ്ത കിട്ടൂർ ചെന്നമ്മ. ആലോചിച്ച് നോക്കൂ, 200 വർഷം മുമ്പ് കർണാടകയിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ മനസ്സാണ്, ഇച്ഛയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞതൊരു നാടകക്കാരനായതുകൊണ്ട് ആ രീതിയിൽ ഞാൻ ഈ 2 വാക്കുകൾ അടുക്കി പറയിക്കിയത് CN ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മിയിലെ രാവണൻ പറയുന്നതാണ്. മനസ്സാണ്, ഇച്ഛയാണ് ഏതിനും ആധാരം. വർത്തമാനകാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഒന്നേ ഉള്ളൂ, പിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് മനസ്സില്ല. മനുഷ്യൻ വ്യത്യസ്തനാണെങ്കിൽ, കോടാനുകോടി മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ശബ്ദം കാണുമ്പോൾ, എന്നെ തിരിച്ചറിയുമ്പോൾ, എൻ്റെ രൂപത്തിൽ നിന്നും ആ ചെറിയ പ്രകൃതിയുടെ ആ ഒരു സൃഷ്ടി പ്രക്രിയയുടെ ഏറ്റവും വലിയ രസകരമായ എന്നെ തിരിച്ചറിയുന്നു. കാരണം എന്നെപ്പോലെ മറ്റൊരാളില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണം മനുഷ്യ മനസ്സുകളും. മനുഷ്യ മനസ്സുകൾക്ക് വ്യത്യസ്തതകളില്ലാത്ത മനുഷ്യ മനസ്സുകൾ. അങ്ങനെ ഒരുതരം അത്തരത്തിൽ എന്താ പറയുന്നത്, ഒരു സ്വതന്ത്രമായിട്ടുള്ള സ്വപ്നങ്ങളുള്ള, പ്രതീക്ഷകളുള്ള, അതിനുവേണ്ടി കർമ്മം ചെയ്യാൻ വാഞ്ച സൂക്ഷിക്കുന്ന മനസ്സുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലത്ത്, ഇച്ഛയില്ലാത്ത ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് സന്തോഷം ആദ്യം സൂചിപ്പിച്ചതാണ്. നാളത്തെ നമ്മുടെ എല്ലാ മേഖലകളിലും പ്രതിഭകളായിട്ട് വരേണ്ടവർ ഇത്തരത്തിലുള്ള നഷ്ടപ്പെട്ടു പോകുന്ന, നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് വ്യാജമായി ചിന്തിക്കുന്ന, വിഡ്ഢിജീവിതം ജീവിക്കുന്ന മുതിർന്നവരുടെ ഇടയിൽ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള ഉന്നതമായ മഹനീയമായ സങ്കല്പങ്ങളോടുകൂടി അതിന് ഒരു കൈത്തിരിവട്ടം തെളിക്കാൻ ഈ കാര്യപരിപാടികളിലൂടെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി എന്ന് മാത്രം അറിയിക്കുന്നു. നാളത്തെ കാര്യപരിപാടി, 3-ാം ദിവസത്തെ കാര്യപരിപാടിയിൽ ബാക്കിയെല്ലാം ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ കിട്ടൂർ ചെന്നമ്മയെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഒരു അക്കാദമിക്കായിട്ടൊരു പ്രോഗ്രാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ആദ്യമതായിരിക്കും. പ്രൊഫസർ കാർത്തികേയൻ നായർ സാർ അറിയാം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടറും അതിനും മുൻപേ കേരള യൂണിവേഴ്സിറ്റിയിൽ വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ ചരിത്ര അധ്യാപകൻ, അതിലുപരി ചരിത്ര പണ്ഡിതനും വാഗ്മിയുമായിട്ടുള്ള കാർത്തികേയൻ നായർ സാറിൻ്റെ വളരെ ആധികാരികമായിട്ടുള്ള പ്രൗഢമായിട്ടുള്ള ഒരു പ്രഭാഷണം നാളെ ആദ്യം. അതിനുശേഷം വിഷയം ഒന്ന് തന്നെ, കിട്ടൂർ ചെന്നമ്മ ഇന്നിവിടെ അവതരിപ്പിക്കുന്നതും മറ്റൊരു രീതിയിലുള്ള നാടകീയ ആവിഷ്കാരം എൻ്റെ സംവിധാനത്തിൽ ഡോക്ടർ ടി ആരോമൽ രചന നിർവഹിച്ച് എൻ്റെ സംവിധാനത്തിൽ എന്നോടൊപ്പം നാടകങ്ങളിൽ പ്രവർത്തിക്കുന്ന അഭിനേതാക്കൾ പങ്കെടുക്കുന്ന കിട്ടൂർ ചെന്നമ്മ തന്നെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന 3/4 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു നാടകം. അതാണ് ഈ 3 ദിവസം ഈ 3 ദിന ഫെസ്റ്റിവലിൻ്റെ അവസാന പരിപാടി. പ്രിയപ്പെട്ടവരെ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത നമ്മുടെ ദൃശ്യ വിരുന്ന് ജിജി കലാമന്ദിർ രചനയും സംവിധാനവും നിർവഹിച്ച് കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് അടുത്തത്. ഏവർക്കും നന്ദി, നമസ്കാരം. And reminding us why the stories of courage like Rani Chennamma's must continue to be told. I once again thank all the dignitaries and request them to be seated with the audience as the program begins. Thank you.
ಭವಾಬ್ಧಿ ದಾಟಿದವ ತಂಬೂರಿ ಮೀಟಿದವ ಭವಾಬ್ಧಿ ದಾಟಿದವ ತಂಬೂರಿ ಮೀಟಿದವ ಭವಾಬ್ಧಿ ದಾಟಿದವ ತಂಬೂರಿ ಮೀಟಿದವ ಭವಾಬ್ಧಿ ದಾಟಿದವ ತಂಬೂರಿ ಮೀಟಿದವ ಭವಾಬ್ಧಿ ದಾಟಿದವ ತಾಳವ ತಟ್ಟಿದವ ತಾಳವ ತಟ್ಟಿದವ ಸುರರೊಳು ಸೇರಿದವ ತಾಳವ ತಟ್ಟಿದವ ಸುರರೊಳು ಸೇರಿದವ ತಂಬೂರಿ ಮೀಟಿದವ ಭವಾಬ್ಧಿ ದಾಟಿದವ ತಂಬೂರಿ ಮೀಟಿದವ ಭವಾಬ್ಧಿ ದಾಟಿದವ ತಾಳವ ತಟ್ಟಿದವ ಸುರರೊಳು ಸೇರಿದವ ತಾಳವ ತಟ್ಟಿದವ ಸುರರೊಳು ಸೇರಿದವ ತಂಬೂರಿ ಮೀಟಿದವ ಭವಾಬ್ಧಿ ದಾಟಿದವ ಗೆಜ್ಜೆಯ ಕಟ್ಟಿದವ ಗೆಜ್ಜೆಯ ಕಟ್ಟಿದವ ಖಳರದೆಯ ಮೆಟ್ಟಿದವ ಗೆಜ್ಜೆಯ ಕಟ್ಟಿದವ ಖಳರದೆಯ ಮೆಟ್ಟಿದವ ಗೆಜ್ಜೆಯ ಕಟ್ಟಿದವ ಖಳರದೆಯ ಮೆಟ್ಟಿದವ ಗೆಜ್ಜೆಯ ಕಟ್ಟಿದವ ಖಳರದೆಯ ಮೆಟ್ಟಿದವ ಗಾನವ ಮಾಡಿದವ ಗಾನವ ಮಾಡಿದವ ಹರಿಮೂರ್ತಿ ನೋಡಿದವ ಗಾನವ ಮಾಡಿದವ ಹರಿಮೂರ್ತಿ ನೋಡಿದವ ತಂಬೂರಿ ಮೀಟಿದವ ಭವಾಬ್ಧಿ ದಾಟಿದವ ತಾಳವ ತಟ್ಟಿದವ ಸುರರೊಳು ಸೇರಿದವ ತಂಬೂರಿ ಮೀಟಿದವ ಭವಾಬ್ಧಿ ದಾಟಿದವ ಶಂಕರ ರಾಮಾನುಜ ವಿದ್ಯಾರಣ್ಯ
ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്ര പോരാട്ട വഴികളിലെ ആദ്യ നാളുകളിലെ താളുകളിൽ എഴുതി ചേർക്കപ്പെട്ട പോരാട്ട വീര്യത്തിൻ്റെ ശ്രദ്ധേയ ശാക്തേയ സ്ത്രീ സാന്നിധ്യം കിട്ടൂർ ചെന്നമ്മ. ഝാൻസി റാണിക്കും മുൻപേ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പടപൊരുതിയ ധീരവനിത കിട്ടൂർ ചെന്നമ്മ. ആരംഭിക്കുന്നു നാടകീയ നൃത്താവിഷ്കാരം. കിട്ടൂർ റാണി ചെന്നമ്മ. കർണാടകയിൽ ബെൽഗാവെന്നൊരു ഗ്രാമത്തിൽ പെണ്ണായി തീർന്നൊരു റാണി, പൊന്നായുള്ളൊരു ചെന്നമ്മ, പൊന്നായുള്ളൊരു ചെന്നമ്മ. ബെൽഗാവെന്നൊരു ഗ്രാമത്തിൽ പെണ്ണായി തീർന്നൊരു റാണി, പൊന്നായുള്ളൊരു ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ. കർണാടകയിൽ ബെൽഗാവെന്നൊരു ഗ്രാമത്തിൽ പെണ്ണായി തീർന്നൊരു റാണി, പൊന്നായുള്ളൊരു ചെന്നമ്മ, പൊന്നായുള്ളൊരു ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ. അതെ, കർണാടക ജില്ല ബെൽഗാം എന്നൊരു ഗ്രാമത്തിലായിരുന്നു കിട്ടൂർ ചെന്നമ്മ ജനിച്ചത്. കുഞ്ഞുപ്രായത്തിലെ ധൈര്യശാലിയും വിവേകശാലിയും തിഷണാശാലിയുമായിരുന്നു ചെന്നമ്മ. ചെറിയ പ്രായത്തിലെ ചെന്നമ്മ കുതിരസവാരിയും ആയോധന വിദ്യയും വശമാക്കി. മെയ്വഴക്കവും ബുദ്ധിശക്തിയും ആയോധന പാടവവും, മെയ്വഴക്കവും ബുദ്ധിശക്തിയും ആയോധന പാടവവും. ധീര 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 ചെന്നമ്മ വീര വീര വീര, ധീര 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 ചെന്നമ്മ വീര വീര വീര. ദേശസ്നേഹമാനെങ്കിൽ കത്തും ജ്വാലയായിരുന്നു, ദേശസ്നേഹമാനെങ്കിൽ കത്തും ജ്വാലയായിരുന്നു. ധീര 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 ചെന്നമ്മ വീര വീര വീര, ധീര 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 ചെന്നമ്മ വീര വീര വീര. കഴിഞ്ഞ എത്രയോ നാളുകളായി ഈ ഭാരതത്തെ ബ്രിട്ടന്റെ കാൽച്ചുവട്ടിൽ അടിച്ചമർത്തി നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കെതിരെ ചൂണ്ടിയ ഓരോ ഇന്ത്യൻ വിരലുകളും നിഷ്പ്രയാസം നമ്മൾ അറുത്ത് മാറ്റി. യെസ്, ഇന്ന് ഈ ഭാരതത്തിൽ നമ്മെ എതിരിടാൻ ശേഷിയുള്ള ഒരു ശക്തി പോലുമില്ല. Britain should be the final bed of the world. അപ്പോഴാണ് കർണാടകയിലെ ഏതോ കുഗ്രാമത്തിൽ ജനിച്ച ഏതോ പീറ പെൺകുട്ടി ഇത്രയും വലിയ സാമ്രാജ്യമായ ബ്രിട്ടനെതിരെ കുരയ്ക്കുന്നത്. ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ. മംഗല്യവതിയായി ചെന്നമ്മ, മംഗല്യവതിയായി ചെന്നമ്മ. ആ ദാമ്പത്യ വല്ലരിയിൽ പൂത്തൊരു കുഞ്ഞു പൂവായി ഒരുണ്ണി പിറന്നു. മംഗല്യവതിയായി ചെന്നമ്മ, മംഗല്യവതിയായി ചെന്നമ്മ. ആ ദാമ്പത്യ വല്ലരിയിൽ പൂത്തൊരു കുഞ്ഞു പൂവായി ഒരുണ്ണി പിറന്നു.
സന്തോഷ നാളുകൾ അങ്ങനെ, സന്തോഷ നാളുകൾ അങ്ങനെ മുന്നോട്ടൊഴുകി മുന്നോട്ടൊഴുകി. വിധിയുടെ ക്രൂര വിനോദം അവളെ തേടിയെത്തി തേടിയെത്തി. വിധിയുടെ ക്രൂര വിനോദം അവളെ തേടിയെത്തി തേടിയെത്തി. ചന്നമ്മ തൻ്റെ 15-ാമത്തെ വയസ്സിൽ മല്ലികാ സർജാ ദേശായിയെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിൽ അവർക്കൊരു മകൻ പിറന്നു. പക്ഷേ ഭർത്താവായ മല്ലികാ സർജാ ദേശായിയെയും മകനെയും അകാലത്തിൽ ചന്നമ്മയ്ക്ക് നഷ്ടമായി. ആ നിത്യദുഃഖത്തിൽ നിന്ന് വിമുക്തി നേടാനായും രാജാധികാരത്തിൻ്റെ തുടർച്ച സംഭവിക്കാനായും ചന്നമ്മ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. അവൻ ശിവലിംഗപ്പ. ശിവലിംഗപ്പ പ്രിയപതിയും മകനും മരണപ്പെട്ട ദുഃഖത്തിൽ നിന്നും മോചനം നേടുവാൻ. പ്രിയപതിയും മകനും മരണപ്പെട്ട ദുഃഖത്തിൽ നിന്നും മോചനം നേടുവാൻ ഒരു പൊന്മകനെ ആയമ്മ ദത്തെടുത്തു പോറ്റി. ഒരു പൊന്മകനെ ആയമ്മ ദത്തെടുത്തു പോറ്റി. അവളവളുടെ മകനായി തന്നെ കുഞ്ഞിനെ കണ്ടു. അവളവളുടെ മകനായി തന്നെ കുഞ്ഞിനെ കണ്ടു. അവൻ ശിവലിംഗപ്പ ശിവലിംഗപ്പ ശിവലിംഗപ്പ. അവൻ ശിവലിംഗപ്പ. Her husband and son already there died, but she adopted another child. ഇത് അനുവദിക്കാൻ പറ്റില്ല. She ignored the rule of British East India Company's law. എന്തായാലും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടൂർ ചെന്നമ്മയെ മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരിക്കലും അവളുടെ അഡോപ്റ്റഡ് ചൈൽഡിന് അധികാരം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ കിട്ടൂർ നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് ഭരിക്കും. That's our strong decision. വിട്ടുവീഴ്ചയില്ല, വഴങ്ങുവാനാകില്ല. അധീശത്വ കഴുകന്മാരെ നിങ്ങൾ മടങ്ങിപ്പോകൂ. അധീശത്വ കഴുകന്മാരെ നിങ്ങൾ മടങ്ങിപ്പോകൂ. യുദ്ധമെന്ന് കേട്ട് ഭയന്നോടില്ലവൾ, ധീരയാണവൾ. ധീരവനിത ചെന്നമ്മ, ധീരവനിത ചെന്നമ്മ, ധീരുവല്ലവൾ. ധൈര്യറാണി ചെന്നമ്മ, ധൈര്യറാണി ചെന്നമ്മ, ധൈര്യറാണി ചെന്നമ്മ. ദത്തെടുത്ത കുഞ്ഞിന് അധികാരം നൽകാൻ അനുവദിക്കില്ല എന്ന ബ്രിട്ടീഷ് നിയമത്തിന് മുന്നിൽ ചെന്നമ്മ മുട്ടുമടക്കിയില്ല.
ധൈര്യപൂർവം തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ചെന്നമ്മയുടെ ദൃഢമായ തീരുമാനത്തിന് മുന്നിൽ ബ്രിട്ടീഷ് ഗർവ് കോപം കൊണ്ട് ജ്വലിച്ചു. കിട്ടൂർ റാണി ചെന്നമ്മയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ യുദ്ധം പ്രഖ്യാപിച്ചു. അതറിയില്ല പെണ്ണവൾ അതീശബ്ദ ശക്തികളോടടരാടി നിന്നവൾ. അതറിയില്ല പെണ്ണവൾ അതീശബ്ദ ശക്തികളോടടരാടി നിന്നവൾ. വാക്കുകൾക്ക് മുന്നിൽ വാക്കുകൾ കൊണ്ട്, നോക്കുകൾക്ക് മുന്നിൽ നോക്കുകൾ കൊണ്ട്, നോക്കുകൾക്ക് മുന്നിൽ പീരങ്കികൾക്ക് മുന്നിൽ അടിപതറാതെ പോരാടി നിന്നവൾ. നോക്കുകൾക്ക് മുന്നിൽ പീരങ്കികൾക്ക് മുന്നിൽ അടിപതറാതെ പോരാടി നിന്നവൾ. നോക്കുകൾക്ക് മുന്നിൽ പീരങ്കികൾക്ക് മുന്നിൽ അടിപതറാതെ പോരാടി നിന്നവൾ. ധീരറാണി ചെന്നമ്മ, ധീരറാണി ചെന്നമ്മ, ധീരറാണി ചെന്നമ്മ, ധീരറാണി ചെന്നമ്മ. ഹേയ് ബ്രിട്ടീഷ് ദ്രോഹികളെ, നിങ്ങൾ എന്ത് കരുതി ഈ ചെന്നമ്മയെ കുറിച്ച്? ഒരു പെണ്ണായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കീഴ്പ്പെടുത്തി കളയാമെന്നോ? എൻ്റെ ഒരു മുടിനാര് മതി നിന്റെയൊക്കെ കഴുത്ത് ഞെരിക്കാൻ. എൻ്റെ മണ്ണിൽ എനിക്ക് നിലനിൽക്കാൻ പരദേശി പരീക്ഷകളായ നിനക്കൊക്കെ കപ്പം തരണമെന്നോ? മതിയാക്കി മുടങ്ങിക്കോ. ഭാരതനാട് എങ്ങനെ ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ ഭാരതീയർ തീരുമാനിച്ചു കൊള്ളാം. അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് നുഴഞ്ഞു കിടന്ന അവസാന ബ്രിട്ടീഷുകാരന്റെ ചോരയുടെ രുചിയും എന്റെ വാളിന്റെ വായ്പല അറിയും. കേട്ടോടാ പരദേശി പേപ്പട്ടികളെ. നാടിന്റെ കാവലാളിവൾ, ഈ നാടിന്റെ കാവലാളിവൾ, നാടിന്റെ കാവലാളിവൾ, ഈ നാടിന്റെ കാവലാളിവൾ. അടിയറ വയ്ക്കില്ല അഭിമാനബോധത്തെ, അടിയറ വയ്ക്കില്ല അഭിമാനബോധത്തെ. അനിവാര്യമാണെനിക്കെന്റെ സ്വാതന്ത്ര്യം, അനിവാര്യമാണെനിക്കെന്റെ സ്വാതന്ത്ര്യം. അധിനിവേശ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ, അധിനിവേശ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ. ഭാരത സ്വാതന്ത്ര്യം, ഭാരത സ്വാതന്ത്ര്യം, ഭാരത സ്വാതന്ത്ര്യം. എന്ത് നാണം കെട്ട പരാജയമാണിത്! ഇത്രയേറെ തോക്കുകളും പീരങ്കികളും പടക്കൊപ്പുകളും പടയാളികളും ഉണ്ടായിട്ടും കേവലം ഒരു ചിന്നമ്മയുടെ മുന്നിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം പരാജയപ്പെടുന്നു. കൂടുതൽ സന്നാഹങ്ങളെ കൂട്ടി തകർക്കണം. ചിന്നമ്മയെന്ന നട്ടുറണിയെ നേർക്കു നിന്ന് വീഴ്ത്താൻ പറ്റിയില്ലെങ്കിൽ ചതിപ്രയോഗം കൂട്ടണം. ആ പെൺസിംഹത്തെ എന്നേക്കുമായി ബ്രിട്ടന്റെ കുടിനുള്ളിൽ എത്രയും പെട്ടെന്ന് ആദ്യം ഒരു സന്ധിയുടെ തന്ത്രം. വഴങ്ങിയില്ലെങ്കിൽ വീണ്ടും യുദ്ധം.
ചതിപ്രയോഗത്തിലൂടെ രണ്ടാമത്തെ യുദ്ധത്തിൽ ചെന്നമ്മയെ ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തി തുറുങ്കിലടച്ചു. തുറുങ്കിനുള്ളിൽ അവൾ തൻ്റെ നാടിൻ്റെ, ഭാരതത്തിൻ്റെ ഭാവി സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട് ഉറക്കമില്ലാതെ കഴിഞ്ഞു. ചെന്നമ്മ കൈമാറിയ ഭാരത സ്വാതന്ത്ര്യ സ്വപ്നത്തിൻ്റെ അഗ്നിശലാക ഓരോ ഭാരതീയൻ്റെ ഉള്ളിലും സ്വാതന്ത്ര്യ അഭിവാഞ്ഛയുടെ അഗ്നി പടർത്തി. അധിനിവേശത്തിനെതിരെ ഓരോ ഭാരതീയനും പ്രതിരോധത്തിൻ്റെ കോട്ടകൾ തീർത്തു. ഭാരത ജനഗണ മനസ്സുകളിൽ, ഭാരത ജനഗണ മനസ്സുകളിൽ കൊളുത്തി വച്ചു ചെന്നമ്മ മാനവമോചന സ്വപ്നങ്ങൾ, മാനവമോചന സ്വപ്നങ്ങൾ. ഭാരത ജനഗണ മനസ്സുകളിൽ കൊളുത്തി വച്ചു ചെന്നമ്മ മാനവമോചന സ്വപ്നങ്ങൾ, മാനവമോചന സ്വപ്നങ്ങൾ. അവൾ പകർന്നൊരു സത്യത്തിൻ അടിമത്തത്തിൻ അന്ധതമാറി ഭാരതമിഴികൾ തുറന്നു. അടിമത്തത്തിൻ അന്ധതമാറി ഭാരതമിഴികൾ തുറന്നു, ഭാരതമിഴികൾ തുറന്നു. ആത്മാഭിമാന പതാകയേന്തി പോരാട്ടത്തിനൊരുങ്ങി, ആത്മാഭിമാന പതാകയേന്തി പോരാട്ടത്തിനൊരുങ്ങി. ഭാരത നായിക ചെന്നമ്മ, ഭാരത നായിക ചെന്നമ്മ, ഭാരത നായിക ചെന്നമ്മ, ഭാരത നായിക ചെന്നമ്മ. ധീരദേശാഭിമാനികളായ ഒരു പറ്റം മനുഷ്യരുടെ ജീവനും ജീവിതവും സ്വത്തും സമർപ്പിച്ച് നേടിയെടുത്തതാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. വർത്തമാനത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ അഭിരമിക്കുമ്പോൾ ഓർക്കുക, ഭൂതകാലത്തിൻ്റെ ചോരയേറ്റുവാങ്ങി തുടിക്കുന്ന ചരിത്രമാണ് ഇന്നത്തെ നമ്മുടെ ഈ ജീവിതം. ചരിത്രം നമുക്ക് തന്ന മഹത്തായ ദാനം. കിട്ടൂർ റാണി ചെന്നമ്മക്ക് ജയ്. This dramatic choreography was written by Gigi Kalamandir. On stage, we have Abhijit P, Abhishek S. Nair, Muhammad Ashik B, Muhammad Suhail S, Shivahari PR, D. Navya Prasad, Nanda Prasad, Devika Deepu, Meenakshi S, Pavitra NS, Devanandana BS, Divya GS, Divya Kalyani, Janvi R. Sanath, Madhu Madathichara, Abhinand Venyaramood, Amal Krishna Karakulam. Coordination Lal Velanjira, Raji Rajaram, Unni Madhav. Production support Samskara Sahiti Vamanapuram. Lighting Girish Chandran. Makeup Aruvi Sulahuddin. Recordist Joy DG. Studio Post Flows. Voice Dr. Raja Warrior, Usha Kumari G, Gigi Kalamandir, Amal Krishna Karakulam. Creative Advisor Dr. Tulasidhara Kurup. Sir, please do the honors. അവതരണത്തിന് സാക്ഷ്യം വഹിച്ച പ്രേക്ഷകർക്ക് മുമ്പിൽ
നടന്നു കഴിഞ്ഞ രംഗാവതരണത്തെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള സാമാന്യ ഔചിത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരോടുള്ള മനോഹരമായ ഈ പ്രകടനത്തിന് വേണ്ടി കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഇത്തരത്തിലൊരു ദൃശ്യ വിരുന്ന് ഒരുക്കിയതിന് അവരോട് സ്റ്റേജ് ഇന്ത്യയുടെ പേരിലും സാംസ്കാരിക വകുപ്പ് ന്യൂഡൽഹിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പാട്ടിലൂടെയും ശരീര ചലനങ്ങളിലൂടെയും അതിൻ്റെ വിന്യാസങ്ങളിലൂടെയും കുറച്ച് നിമിഷങ്ങൾ കിട്ടൂർ ചിന്നമ്മ ജീവിച്ച സാഹചര്യത്തെ, അവർ അനുഭവിച്ച വേദനകളെ, അവർ ശ്വസിച്ച വായുവിൻ്റെ ആ സാമീപ്യത്തിലേക്ക്, ആ അന്തരീക്ഷത്തിലേക്ക് നമ്മളെ ഇവർ കൊണ്ടുപോയി. പ്രിയപ്പെട്ട കുഞ്ഞ് കലാകാരന്മാർ, നന്ദി, സ്നേഹം, ശുഭരാത്രി. Bhavya G.S., Devika Deepu, Janvi R. Sanath, Meenakshi S.,